السلام عليكم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وصحبه وسلم. ബഹുമാനമുള്ള ഉസ്താദ്മാരെ, മറ്റു നേതാക്കളെ, രക്ഷിതാക്കളെ, ഉമ്മമാരെ, സ്നേഹനിധികളായ പിഞ്ചുമക്കളെ, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ നാം ഇവിടെ ഒരുമിച്ച് കൂടിയ ഈ നിമിഷങ്ങൾ അള്ളാഹു അവൻ്റെ പൊരുത്തത്തിലാക്കി തെരുമാറാവട്ടെ. കൂടുതൽ സംസാരിക്കാനൊന്നുമില്ല, ഒന്ന് രണ്ട് മാറ്റർ മാത്രമേ സംസാരിക്കാനുള്ളൂ. തിബിയാൻ എന്താണെന്നും തിബിയാൻ എങ്ങനെയാണെന്നും തിബിയാൻ്റെ ഗുണഫലങ്ങൾ എന്താണെന്നൊക്കെ സംസാരിക്കാൻ നമ്മുടെ SYSൻ്റെ സംസ്ഥാന സമിതി അംഗം ബഹുമാനപ്പെട്ട നാസർ സാർ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹം നമ്മോട് സംസാരിക്കും. ഇന്ന് ഈ തിബിയാൻ്റെ ഈ ഫെസ്റ്റ് 5ാമത്തെ വർഷമാണ് ഇവിടെ നടത്തുന്നത്. നമ്മുടെ സ്ഥാപനത്തിൽ 5 വർഷം പൂർത്തിയാക്കി 6ാമത്തെ വർഷത്തിലേക്ക് കടക്കുകയാണ്. ദാറുൽ ഹബീബ് എന്ന സ്ഥാപനം 7 വർഷം പൂർത്തിയാക്കി 8ാമത്തെ വർഷത്തിൽ 8 വർഷം പൂർത്തിയാക്കി 9ാമത്തെ വർഷത്തിലേക്ക് കടക്കുകയാണ്. അള്ളാഹുവിൻ്റെ തൗഫീക്കും കാവലും ബർക്കത്തും എല്ലാം ഒരുമിച്ച് കൂടിയ ഒരു സ്ഥാപനമാണ് ദാറുൽ ഹബീബ്. ദാറുൽ ഹബീബിനെ അനുഭവിച്ച ഒരുപാട് ആളുകളുണ്ട് നമ്മുടെ ഈ നാട്ടിലും പരിസരത്തും. അതിനെപ്പറ്റി കൂടുതൽ പറയാമെന്നില്ല. ദാറുൽ ഹബീബിലെ സ്ഥാപനമായ തിബിയാൻ കിഡ്സ് ഓഫ് ഹബീബ് പിഞ്ചുമക്കളിലേക്ക് ഖുർആൻ മദ്രസ നൽകിക്കൊണ്ട് വളരെ റാഹത്തായ രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. ഈ 5 വർഷം പൂർത്തിയാകുമ്പോൾ ഒരുപാട് ആളുകളെ നമുക്ക് ഓർമ്മിക്കേണ്ടതും പിന്നെ അവരെ എടുത്തു പറയേണ്ടതും ഒരുപാട് ആളുകളുണ്ട്. കൂട്ടമായ ഒരു ശ്രമം കൊണ്ടാണ് വളരെ റാഹത്തായ രീതിയിൽ ഇന്ന് 70ഓളം കുട്ടികൾ നമ്മുടെ തിബിയാനിൽ മാത്രം മദ്രസയിലെ 90ഓളം കുട്ടികളായിട്ട് നമുക്ക് ഈ വെള്ളുവങ്കാടിൻ്റെ ഈ ചെറിയ വട്ടത്തിൽ നമ്മൾ നടന്നു പോകുന്നുണ്ട്. അവിടെ അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹമുണ്ട്, മഹാന്മാരുടെ കാവൽ നമുക്കുണ്ട്. ഇനിയും അത് നിലനിർത്തി തെരുമാറാവട്ടെ. 2 വർഷം പൂർത്തിയാക്കി 3ാമത്തെ വർഷം പുറത്തിറങ്ങുന്ന 20 കുട്ടികളാണ് അടുത്ത മറ്റുള്ള സ്ഥാപനത്തിലേക്ക് ഉപരിപഠനത്തിനായി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. അവർ എന്താണ് ഈ കാലയളവിൽ പഠിച്ചത് എന്ന് നമുക്ക് ഈ സ്റ്റേജിൽ നിന്ന് അവർ തന്നെ പറഞ്ഞു തരും. അവർ പറയാതെ പറഞ്ഞു തരും അവരെന്തൊക്കെ പഠിച്ചിട്ടുണ്ട്, എങ്ങനെയാണ് അവർ പഠിച്ചത്, എങ്ങനെയാണ് അവർ പിന്നെ പെരുമാറാൻ പഠിച്ചത്, എങ്ങനെയാണ് സംസ്കാരം പഠിച്ചത് എന്നൊക്കെ അവരുടെ പെരുമാറ്റത്തിലൂടെ നിങ്ങൾക്കറിയാം. സ്ഥാപനത്തിൻ്റെ ഏറ്റവും വലിയ റാഹത്തും സന്തോഷവും എല്ലാവരുടെയും കൂട്ടമായ ശ്രമവും ആത്മാർത്ഥതയും കൊണ്ടാണ്. എല്ലാ ഘടകങ്ങളും ഒരുമിച്ചാണ്. ഇവിടെ സ്ഥാപനത്തിലേക്ക് ടീച്ചേഴ്സ് ഉണ്ട്, അവിടുത്തെ ആയമാരുണ്ട്, അതിന് കൂടെ ഡ്രൈവർമാരുണ്ട്, അതിനപ്പുറത്തേക്ക് മറ്റ് സ്ഥാപനത്തിൻ്റെ ഭാരവാഹികളുണ്ട്. അതിനൊക്കെ അപ്പുറത്തേക്ക് കൂടെ നിന്ന് കട്ടക്ക് നിന്ന് സഹകരിക്കുന്ന രക്ഷിതാക്കളുണ്ട്. ഈ രക്ഷിതാക്കളാണ് നമ്മുടെ സ്ഥാപനത്തിൻ്റെ ഏറ്റവും വലിയ വിജയം. ഒരു വാക്കിലൂടെയോ ഒരു സംസാരത്തിലൂടെയോ ഒന്നും പറഞ്ഞാൻ അറിയിക്കാത്ത അപ്പുറത്തേക്ക് സ്വന്തം വീടിനെ അവരെങ്ങനെ നോക്കുന്നോ, എങ്ങനെ സഹകരിക്കുന്നോ, അതിലുപരിയായി അവർ സ്ഥാപനത്തെ സ്നേഹിക്കുകയും സ്ഥാപനത്തിലേക്ക് സഹകരിക്കുകയും സ്ഥാപനം പറയുന്ന ഓരോ വിഷയത്തിനും അവർ കൂടെ നിൽക്കുകയും ചെയ്യുന്നു. അതുതന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ വിജയം. ഈ 3 വർഷം പൂർത്തിയായ കുട്ടികൾക്ക്, രക്ഷിതാക്കൾക്ക് പറയാനുള്ളത് അവരെ കുട്ടികളിലൂടെ തന്നെ നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നു. 3 വർഷം മുമ്പ് ഇവിടുന്ന് 16 കുട്ടികൾ പുറത്തിറങ്ങി. ആ കുട്ടികളിൽ നിന്ന് പലരെയും നമ്മൾ പല സമയങ്ങളും കാണുമ്പോൾ അവരുടെ അനുഭവങ്ങൾ രക്ഷിതാക്കളിൽ നിന്ന് കാണുന്നു. പ്രത്യേകിച്ച് അവർ ഉപരിപഠനത്തിനായി പോകുന്ന സ്കൂളിൽ നിന്ന് ടീച്ചേഴ്സ് കിട്ടുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട്. ടീച്ചേഴ്സ് നമുക്ക് ആ സ്ഥാപനങ്ങളുടെ ടീച്ചേഴ്സ് പറഞ്ഞ് തിബിയാനിൽ വന്ന കുട്ടികളുടെ സംസ്കാരവും സംസാരവും പെരുമാറ്റവും ലീഡർഷിപ്പൊക്കെ അത് എടുത്തു പറയേണ്ടതാണ്.
അതുതന്നെയാണ് നമ്മൾ തിബിയാൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നേരത്തെ ഞാൻ 1-2 പ്രാവശ്യം പറഞ്ഞതാണ്. കഴിഞ്ഞ പ്രാവശ്യം 2-3 വർഷം മുമ്പ് പുറത്തിറങ്ങിയ കുട്ടികളിലെ ഒരു കുട്ടിയുടെ രക്ഷിതാവ് പറഞ്ഞ ഒരു അനുഭവമാണ്. എൻ്റെ കുട്ടി രാവിലെ മദ്രസയിലേക്ക് പോകുന്നതിന് മുമ്പ് സുബഹി നിസ്കരിച്ചിട്ട് ഒരു പ്രാവശ്യം യാസീൻ ഓതിയിട്ടാണ് അവൻ മദ്രസയിലേക്ക് പോകുന്നത് എന്ന്. അവിടുന്ന് സ്വായത്തമാക്കിയ വിഷയങ്ങൾ അവർ അത് അണമുറിയാതെ ഓതി പഠിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ നമ്മുടെ ഈ സദസ്സിനുണ്ട് ഇവിടെ ആ കാലയളവിൽ പുറത്തിറങ്ങിയ ഒരു കുട്ടി. ആ കുട്ടി ഒരു ഖത്തം ഫുള്ളായിട്ട് ഓതി തീർത്തു ഒരു വർഷം കൊണ്ടാണ്. ഇപ്പോൾ 2ാമത്തെ ഖത്തം ഓതി തുടങ്ങുക. അവൻ സ്വയം ഇഷ്ടത്തിന് അവൻ്റെ ഒഴിവ് സമയത്തിനനുസരിച്ച് ഖത്തം ഓതി തീർക്കണം. ഒരു യാസീനോ അല്ലെങ്കിൽ സൂറത്തോ അല്ല, ഖത്തമായിട്ട്. അങ്ങനെ ഖുർആൻ കണ്ടു പഠിച്ച് ഓതിയത് അവൻ പ്രാവർത്തികമാക്കി കൊണ്ടുവരികയാണ്. അങ്ങനെ പല കുട്ടികളും പല രൂപത്തിൽ അത് പ്രാവർത്തികമാക്കി കൊണ്ടുവരികയാണ്. അൽഹംദുലില്ലാ, അത് തന്നെയാണ് നമ്മൾ ഉദ്ദേശിച്ചത്. ഈ കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയയുടെ അതിപ്രസരം കൊണ്ട് മക്കളും കുടുംബമൊക്കെ വഴികേടിലേക്കാവുന്ന സമയത്തേക്ക് താഴെക്കിടയിൽ നിന്ന് കുട്ടിയുടെ പ്രായം 3-3.5 വയസ്സ് കൊണ്ട് ഈ പ്രായത്തിൽ തന്നെ കുട്ടി ഖുർആനും ദിക്റുകളും മറ്റു കാര്യങ്ങളും നിസ്കാരമടക്കം പ്രാക്ടിക്കലായിട്ട് പഠിച്ചിട്ടാണ് കുട്ടി 3 വർഷം കൊണ്ട് പുറത്തിറങ്ങുന്നത്. ആ കുട്ടികളുടെ രക്ഷിതാക്കളാണ് നമ്മുടെ പരസ്യം. അവർ പറയുന്ന വാക്കുകളിലാണ്, അവർ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുന്നതാണ്. എന്തൊക്കെ കിട്ടിയെന്ന് അവർ പറയുന്നതാണ് നമ്മളെ സ്ഥാപനത്തിൻ്റെ പരസ്യം. ഇപ്പോഴും പല ആളുകളും നമുക്ക് അഡ്മിഷൻ പറഞ്ഞിട്ടുണ്ട്. അവരും സ്ഥാപനത്തിൻ്റെ വിഷയങ്ങൾ മനസ്സിലാക്കിയിട്ട് തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇനിയും സ്ഥാപനത്തെ ഉന്നതിയിലെത്തിക്കാൻ വേണ്ടി തൗഫീഖ് നൽകുമാറാവട്ടെ. ഞാൻ പ്രസംഗം നീട്ടുകയില്ല. ഇൻഷാ അല്ലാഹ് 1-2 സമ്മാനവും കൂടി ഈ സമയത്തോടെ കൊടുക്കേണ്ടതുണ്ട്. അതിനു മുൻപ് നമ്മുടെ സ്ഥാപനത്തിൻ്റെ പ്രസിഡന്റ് കൂടിയായ ലത്തീഫ് സഖാഫി ഉസ്താദാണ് ഈ സ്ഥാപനത്തിൽ ഈ പ്രോഗ്രാമിന് അധ്യക്ഷത വഹിക്കുന്നത്. അദ്ദേഹത്തെ സദസ്സിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തിബിയാൻ എന്താണെന്നും തിബിയാൻ എങ്ങനെയാണെന്നൊക്കെ അനുഭവത്തിലൂടെ തന്നെ പറയുന്ന നമ്മുടെ നാസർ സാറ്, അദ്ദേഹം നമ്മുടെ തിബിയാനിലൊരു കുട്ടിയുടെ രക്ഷിതാവ് കൂടിയാണ്. അദ്ദേഹം നമ്മുടെ കുട്ടികളുടെ പഠന രീതിയെ പറ്റി ഇൻഷാ അല്ലാഹ് സംസാരിക്കും. അദ്ദേഹത്തെയും ഈ സദസ്സിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഈ സ്റ്റേജിലിരിക്കുന്ന ഒരുപാട് ഉസ്താദന്മാരുണ്ട്. അവരെല്ലാവരും ഈ കുട്ടികളുടെ രക്ഷിതാക്കളാണ്. അവർക്കും പറയാനുണ്ടാവും. പറയാൻ സമയമില്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് അവരൊക്കെ സപ്പോർട്ടും കാര്യവും ദുആയും നമുക്കുണ്ട്. അത് തന്നെയാണ് നമുക്ക് വിജയം. അതുപോലെ ഈ സ്ഥാപനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് മാസവും മുടങ്ങാത്ത അസ്മാഉൽ ഹുസ്ന മജ്ലിസ്. അത് തന്നെയാണ് നമ്മൾ ഈ തിബിയാനിൽ പഠിക്കുന്ന കുട്ടികൾക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ സമ്മാനമായിട്ട്. ഈ 3 വർഷം പൂർത്തിയാകുന്ന കുട്ടി അള്ളാഹുവിൻ്റെ തിരുനാമങ്ങളായ 99 നാമവും പഠിച്ചിട്ടാണ് പുറത്തിറങ്ങുന്നത്. അത് നമ്മുടെ ഈ സ്ഥാപനത്തിൻ്റെ മാത്രം ഒരു ക്വാളിറ്റി ആയിട്ട് നമ്മളെപ്പോഴും കാണുന്നുണ്ട്. ആ വിഷയങ്ങളൊക്കെ നമ്മൾ ശരിക്കും സിലബസ് ഇല്ലെങ്കിൽ പോലും ഈ വിഷയം നമ്മൾ ടീച്ചേഴ്സിനോട് പറയുമ്പോൾ, നമ്മളൊരു വിഷയത്തെപ്പറ്റി ടീച്ചേഴ്സിനോട് പറയുമ്പോൾ ടീച്ചർമാർ നമ്മോട് ഈ വിഷയത്തിൽ പൂർണ്ണമായ സപ്പോർട്ടാണ്. സ്ഥാപനത്തിൻ്റെ വിജയത്തിന് വേണ്ടി ഏത് സമയത്തും ഏത് ഉറക്കിലായാലും അവർ പൂർണ്ണമായ സപ്പോർട്ട് കിട്ടുന്നത് ടീച്ചേഴ്സാണ്. അവർ ഏറ്റെടുത്തൊരു വിഷയമാണ് ഈ കുട്ടികൾക്ക് അസ്മാഉൽ ഹുസ്ന പഠിപ്പിക്കാനും മറ്റു വിഷയങ്ങളും. നമുക്ക് ഈ പറയപ്പെട്ട സിലബസിനപ്പുറത്തേക്ക് ഒരു കുട്ടിയുടെ ചലനങ്ങളിലും സംസ്കാരത്തിലും ഉണ്ടാവേണ്ട പദ്ധതികൾ സമയോചിതമായി ഇടപെടുകയും അതിനുവേണ്ട കാര്യങ്ങൾ ചെയ്യുന്നത് നമ്മുടെ ടീച്ചേഴ്സാണ്. ഈ ഇവിടെ നടക്കുന്ന പ്രോഗ്രാമിന് നിങ്ങൾ വീക്ഷിച്ചാൽ അറിയാം അവരെങ്ങനെയായിരുന്നു ഈ കുട്ടികളെ പഠിപ്പിച്ചതെന്ന് അവരുടെ പ്രോഗ്രാം കാണുമ്പോഴേക്കറിയാം. നമ്മൾ ചിലപ്പോൾ മനസ്സിൽ കരുതുന്നത് പെട്ടെന്ന് ആവണമെന്നായിരിക്കും. പക്ഷേ അവർ സമയമായിട്ടെടുത്ത് കാര്യങ്ങളെല്ലാം കൃത്യമായി ചെയ്യാറുണ്ട്. എല്ലാ വിഷയങ്ങളും. അപ്പോൾ ഈ കുട്ടികളുടെ ഡ്രസ്സ് ചേഞ്ചിങ്ങും കാര്യങ്ങളൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് കഴിയുമ്പോഴേക്കും ഒന്നിലേക്കുള്ളത് അവർ എല്ലാവരും കൂടി ചെയ്യുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ കുറച്ച് സമയങ്ങളൊക്കെ വൈകുന്നുണ്ട്. എന്നാലും നമ്മുടെ സ്ഥാപനത്തിൻ്റെ ഏത് വിഷയത്തിലേക്കും നമ്മൾ സ്ഥാപനത്തിന് കൂടെ നിൽക്കുന്ന ആ ടീച്ചേഴ്സിനെ നമ്മൾ സദസ്സിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഇതിനുവേണ്ടി സഹകരിക്കുന്ന നമ്മളെ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടതാണ് നമ്മുടെ ഡ്രൈവർമാർ. അവരവിടെ കൃത്യമായി നമ്മളെ കുട്ടികളെ അവരെ സ്വന്തം മക്കളെ പോലെ തന്നെ നോക്കി
പിന്നെ വണ്ടിയിൽ കൊടുന്ന് അവരെ ഇവിടെ കൊടുന്നിറക്കി ആ സമയത്ത് കൊണ്ടുപോയാക്കുകയും അതിൻ്റെ പിന്നെ എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ അതൊക്കെ നികത്തിയിട്ട് തന്നെയാണ് അവർ നമ്മുടെ സ്ഥാപനത്തിന് വേണ്ടി കൂടെ നിൽക്കുന്നത്. അതുപോലെ കുട്ടികളെ വീടുകളിൽ നിന്ന് കയറ്റി ഇവിടെ എത്തിച്ച് വാഹനത്തിൽ കൊണ്ടുവരുന്ന ആയമാർ അവർ സ്വന്തം മക്കളെ പോലെ തന്നെയാണ്. വണ്ടിയിൽ കയറുമ്പോൾ എന്ത് ദിക്ർ ചൊല്ലണം എന്നൊക്കെ കുട്ടികളെ ഓർമ്മപ്പെടുത്തി തന്നെയാണ് അവർ വാഹനത്തിൽ കൊണ്ടുവെക്കുന്നതൊക്കെ. എല്ലാവർക്കും അല്ലാഹു ഖൈറും ബർക്കത്തും അനുഗ്രഹങ്ങൾ വർഷിക്കുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുന്നു. ഇൻഷാ അല്ലാഹ് ഈ സദസ്സിൽ 1-2 പേര് പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞിട്ട്, ഒന്ന് നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് പഠിക്കുന്ന മുടിക്കോടുള്ള ഒരു കുട്ടിയുടെ ഉമ്മല്ല, കുട്ടിയുടെ കുട്ടി ഒരു പ്രയാസമായിട്ട് നമ്മുടെ സഖാഫിൻ്റെ മകളെ കുട്ടിയാണ്. കുട്ടി ആ മകൾ പ്രസവിച്ചിട്ട് കുട്ടിക്ക് ചെറിയ അസുഖമായിട്ട് ഇപ്പോൾ തൃശ്ശൂർ അമൃത ഹോസ്പിറ്റലാണ് ഇപ്പോൾ കുട്ടി അഡ്മിറ്റ്. അത് കുറച്ച് വാൾവിന് കുറഞ്ഞ പ്രയാസവും മറ്റുമായിട്ട് വിലപിടിപ്പുള്ള മരുന്നൊക്കെ ആയിട്ട് അവർ ഹോസ്പിറ്റലാണ്. ഒരു കുട്ടിയെ അവർ വലിയമാനും കൂടെ പറഞ്ഞു വിട്ടിരിക്കുകയാണ്. അവർ പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ചെറിയ കുട്ടിയാണ്, പ്രസവം കഴിഞ്ഞിട്ടുള്ളൂ. ഓപ്പറേഷൻ ചെയ്യാനായിട്ടില്ലെങ്കിൽ പോലും ഇപ്പോൾ അത് ഇഞ്ചക്ഷനും കൊടുത്ത് നിലനിർത്തുകയാണ്. പ്രയാസമാണ്, സാമ്പത്തികമായ വലിയ പ്രയാസത്തിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അസ്മാഉൽ ഹുസ്നയുടെ ഹക്കുകൊണ്ട്, മഹാന്മാരുടെ ഹക്കുകൊണ്ട് ആ കുട്ടിയുടെ അസുഖം എന്തൊക്കെയാണെങ്കിലും അല്ലാഹു ശിഫയായി കൊടുക്കുമാറാവട്ടെ. പൂർണ്ണമായ ആരോഗ്യവും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആ ഉപ്പാക്കും ഉമ്മാക്കും അല്ലാഹു സന്തോഷവും സമാധാനവും നൽകുമാറാവട്ടെ. നമ്മളെല്ലാവരെയും എല്ലാ അസുഖങ്ങളിൽ നിന്നും അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതുപോലെ ഒരുപാട് പേര് ദുആ ചെയ്യാൻ പറഞ്ഞു. ഇന്നും വൈകുന്നേരം ഒരു സഹോദരി പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി 1000 രൂപ നൽകിയിട്ടുണ്ട് സ്ഥാപനത്തിൻ്റെക്ക് വേണ്ടി. സ്ഥാപനത്തിൻ്റെ അസ്മാഉൽ ഹുസ്ന മജ്ലിസിലേക്കാണ്. ദാറുൽ ഹബീബിനെ ആരൊക്കെ ഏതൊക്കെ സമയത്ത് സഹായിച്ചിട്ടുണ്ടോ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെല്ലാം സഹായിക്കുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുന്നു. ഈ സദസ്സിൽ വന്ന എല്ലാവരെയും ഈ സദസ്സിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. നിങ്ങളെല്ലാവരും ക്ഷമയോടെ കാത്തിരിക്കണം. ഇൻഷാ അല്ലാഹ് കൃത്യമായ രീതിയിൽ നമ്മൾ പ്രോഗ്രാമുകൾ നടക്കും. കുറച്ച് വൈകിയാലും എല്ലാം കഴിഞ്ഞിട്ട് സമ്മാനം വാങ്ങിയിട്ട് കുട്ടികൾക്ക് വാങ്ങിയിട്ട് കൊടുത്തിട്ട് തന്നെ എല്ലാവരും പോകാവൂ എന്ന് കൂടി ഉറപ്പെടുത്തുന്നു. ഈ സദസ്സിൽ അധ്യക്ഷത വഹിക്കാൻ ബഹുമാനപ്പെട്ട ലത്തീഫ് സഖാഫി ഉസ്താദിനെ ആദരവോടെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. ഇൻഷാ അല്ലാഹ് നമ്മോട് സംസാരിക്കാൻ SYSൻ്റെ സംസ്ഥാന സമിതി അംഗം ബഹുമാനപ്പെട്ട അബ്ദുൽ നാസർ ടി, അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على رسولك وحبيبك سيدنا محمد وعلى آله وصحبه أجمعين. ما بعد. ആദരണീയരായ പണ്ഡിതന്മാർ, തിബിയാൻ്റെ ഭാരവാഹികൾ, രക്ഷിതാക്കൾ, അധ്യാപികമാർ, ഈ സ്ഥാപനത്തിൻ്റെ അഭ്യുദയകാംക്ഷികൾ, നമ്മൾ ഈ സമയത്തിങ്ങനെ ഒരുമിച്ച് കൂടിയത് ഇവിടെ പഠിക്കുന്ന തിബിയാനിലെ നമ്മുടെ കൊച്ചുമക്കളുടെ പാട്ടും പറച്ചിലും കഥയുമൊക്കെ കേൾക്കലാണ് നമ്മൾ വളരെ ആവേശത്തോടു കൂടെ പ്രതീക്ഷിക്കുന്നത്. ഈ സമയത്ത് ദീർഘിച്ച ഒരു സംസാരം എന്ന് പറയുന്നത് അനവസരത്തിലുള്ള സംസാരമാണെന്ന് പൂർണ്ണമായിട്ടുള്ള ബോധ്യമുണ്ട്. ബഹുമാനപ്പെട്ട മുസ്തഫാക്ക ക്ഷണിച്ച സമയത്ത് നിരസിച്ച് വേറെ ആരെങ്കിലും നോക്കാൻ പറഞ്ഞെങ്കിലും അത് ആ സമയത്ത് വിളിക്കുന്ന ആളുകളൊക്കെ പ്രയാസമായിരിക്കും, നിങ്ങൾ രക്ഷിതാവ് കൂടിയാണല്ലോ, വന്നാൽ മതി എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്. തിബിയാൻ അത് നമ്മൾക്കൊക്കെ വലിയ സന്തോഷമാണ്. ഒരു മാതാപിതാവ് ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, ഒരു രക്ഷിതാവ് ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ബിസിനസ് എന്ന് പറയുന്നത് മക്കൾ നന്നാവാൻ വേണ്ടിയാണ്. നമ്മുടെ മക്കളുടെ പുരോഗതിക്ക് വേണ്ടി, ആത്മീയപരമായിട്ടുള്ള ഉന്നതിക്ക് വേണ്ടി നമ്മൾ എത്രയാണോ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അതിൻ്റെ റിട്ടേൺ നമുക്ക് കിട്ടുന്നത് രണ്ട് ലോകത്തും നമുക്കത് നന്നായിട്ട് ആസ്വദിക്കാൻ കഴിയും. അതാണ് നമ്മൾ ഇവിടെ ഈ തിബിയാനിൽ നമ്മുടെ ഇവിടെയുള്ള ഓരോ രക്ഷിതാവും നമ്മുടെ അടുത്ത് മറ്റു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇല്ലാത്തത് കൊണ്ടല്ല, നമ്മുടെ കുട്ടിക്ക് നല്ല വിദ്യാഭ്യാസം കിട്ടണമെന്ന് മനസ്സിലാക്കി, അതോടൊപ്പം നേരത്തെ മുസ്തഫാക്ക പറഞ്ഞ അദബും മര്യാദയും ദീനിയായിട്ടുള്ള ചിട്ടയുമൊക്കെ മക്കളിൽ ഉണ്ടാവണമെന്ന വലിയൊരു പ്രതീക്ഷയോടുകൂടിയാണ് നമ്മുടെ മക്കളെ നമ്മൾ ഇങ്ങോട്ട് ചേർത്തിയിട്ടുള്ളത്.
ഓരോ രക്ഷിതാവിനും അവർ ചെലവഴിക്കുന്ന സാമ്പത്തിക മൂല്യം നോക്കുന്ന സമയത്ത് വലിയ തുക ചെലവഴിക്കുന്നുണ്ട്, വാഹനത്തിനും ഫീസും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട്. പക്ഷേ നമ്മുടെ മക്കൾ 3 വയസ്സിൽ 3.5 വയസ്സിൽ ഇവിടെ വന്ന് 5.5-6 വയസ്സാകുമ്പോഴേക്കിന് ഇവിടുത്തെ 3 വർഷത്തെ പഠനം പൂർത്തിയാകുമ്പോൾ പരിശുദ്ധ ഖുർആൻ നല്ല രീതിയിൽ പാരായണം ചെയ്യാനും യാസീൻ സൂറത്ത് ഉൾപ്പെടെ പ്രധാന സൂറത്തുകളൊക്കെ മനഃപ്പാടമാക്കി പാരായണം ചെയ്യുന്നത് കേൾക്കുന്ന സമയത്ത് അത് നമ്മുടെ മനസ്സിന് നൽകുന്ന ഒരു കുളിർമ അത് വേറെ തന്നെയാണ്. അതോടൊപ്പം നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ ചിട്ടയായ ഒരുപാട് ശീലങ്ങൾ, രാവിലെ വിരിപ്പിൽ നിന്ന് എഴുന്നേൽക്കുന്ന സമയത്ത് അവർ ചൊല്ലുന്ന ദിക്റ്, ഭക്ഷണം കഴിക്കുന്ന സമയത്ത്, ബാത്റൂമിൽ പോകുന്ന സമയത്ത്, തിരിച്ചു വരുന്ന സമയത്ത്, ഓരോ സമയത്തും അതാത് സമയത്തിൽ അവർക്ക് ദിക്റ് ചൊല്ലാൻ വേണ്ടി അവരുടെ മനസ്സിൽ പാകപ്പെട്ട് വരിക എന്ന് പറയുന്നത് അത് വലിയ കാര്യമാണ്. രക്ഷിതാക്കളാകുന്ന നമ്മൾ, പ്രത്യേകിച്ച് മാതാക്കൾ, അവർ എല്ലാ സമയത്തും കുട്ടികളോടുകൂടെ ഉണ്ടെങ്കിലും എല്ലാ കാര്യവും കൃത്യസമയത്ത് പറഞ്ഞു കൊടുക്കാനോ അല്ലെങ്കിൽ അത് ശ്രദ്ധിക്കുന്നിടത്തോ നമുക്ക് കഴിഞ്ഞുകൊള്ളണമെന്നില്ല. അതേ സമയത്ത് 3 വർഷം നമ്മുടെ കുട്ടികൾ തിബിയാനിൽ പഠിക്കുന്ന സമയത്ത് ആ മാറ്റത്തെ നമുക്ക് കൃത്യമായിട്ട് കാണാൻ കഴിയുമെന്നുള്ളത് തീർച്ചയാണ്. അപ്പം നമ്മൾ ഓരോരുത്തരും ഇനിയും ഈ കാര്യത്തിന് വേണ്ടി, തിബിയാൻ്റെ ഉന്നതിക്ക് വേണ്ടി നമ്മുടെ മക്കളെയൊക്കെ നമ്മളിവിടെ ചേർക്കണം. ആ സമയത്ത് സാമ്പത്തികം നോക്കാതെ നമ്മളുടെ കുട്ടികൾ, ഞാൻ നേരത്തെ ആദ്യമേ ഓർമ്മപ്പെടുത്തിയ ഏറ്റവും നല്ല ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത് അത് നമ്മുടെ മക്കളുടെ മതപരമായിട്ടുള്ള ഉന്നതിക്ക് വേണ്ടി നമ്മൾ എന്ത് ചെലവഴിക്കുന്നു, അത് പണമായിട്ടാണെങ്കിലും സമയമായിട്ടാണെങ്കിലും ചിന്തയായിട്ടാണെങ്കിലും ഒക്കെ അത് വളരെ വലുതാണ്. ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത് പണം മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ചിന്തയും സമയവും എല്ലാം അതിൽ പ്രധാനപ്പെട്ടതാണ്. അപ്പോഴാണ് അതിന് നല്ല റിട്ടേൺ കിട്ടുന്നത്. അതുപോലെ നമ്മുടെ മക്കളെ കേവലം തിബിയാനിൽ പറഞ്ഞയക്കുക എന്നുള്ളതിൻ്റെ അപ്പുറത്ത് കുട്ടികളുടെ പഠനത്തെക്കുറിച്ചും അച്ചടക്കത്തെക്കുറിച്ചും ശീലത്തെക്കുറിച്ചൊക്കെ നമ്മൾ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. ഒരുപക്ഷെ നമ്മുടെ കുട്ടി അത് പഠിക്കുന്ന സമയത്ത് 1-2 ദിവസം വളരെ ചിട്ടയോടുകൂടി ചൊല്ലുകയും പിന്നീട് അടുത്തൊരു പാഠത്തിലേക്ക്, അടുത്തൊരു വിഷയത്തിലേക്ക് കടക്കുമ്പോൾ അവരുടെ ശ്രദ്ധ അതിലേക്ക് പോവുകയും ചെയ്യുമെന്നുള്ളത് തീർച്ചയാണ്. അതേ സമയത്ത് തന്നെ നമ്മൾ ഓരോ സമയത്തും കുട്ടികൾ കഴിഞ്ഞ ദിവസങ്ങളിൽ 1-ാം വർഷവും 2-ാം വർഷവും 3-ാം വർഷവും അല്ലെങ്കിൽ കഴിഞ്ഞ മാസവും മുന്നത്തെ മാസവും ഒക്കെ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ ഓർമ്മപ്പെടുത്തി നമ്മളിലും അതൊരു ശീലമാക്കി മാറ്റിയെടുക്കാൻ കഴിയണം. തീർച്ചയായിട്ടും അവർ ചൊല്ലുന്നത് കണ്ട്, അവർ ചെയ്യുന്നത് കണ്ട് നമ്മളുടെ ജീവിതത്തിലും പരിവർത്തനം ഉണ്ടാകുമെന്നുള്ളത് തീർച്ചയാണ്. അപ്പോൾ ആ കാര്യം നമ്മളുടെ എല്ലാവരുടെയും ശ്രദ്ധയിൽ ഉണ്ടാവണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതാണ് നമുക്ക് തിബിയാൻ കൊണ്ട് കിട്ടുന്ന ഏറ്റവും വലിയ ഗുണമെന്ന് പറയുന്നത്. അതോടൊപ്പം നമ്മൾ ഓരോരുത്തരും എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് നമ്മുടെ മക്കൾ നന്നാവണമെന്നുള്ളത്. നമ്മൾ ഇപ്പോൾ നമ്മുടെ ഓരോ രക്ഷിതാക്കളും നമ്മുടെ മക്കളെക്കുറിച്ച് വലിയ പ്രതീക്ഷയാണ്. അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ ഇരുലോകത്തും ഉപകരിക്കുന്ന മക്കളാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. അള്ളാഹു നമുക്ക് തന്ന മക്കൾ എന്ന് പറയുന്നത് വലിയ അനുഗ്രഹമാണ്. അപ്പോൾ നമുക്ക് തന്ന മക്കൾക്ക് എല്ലാം തികഞ്ഞ നല്ല മക്കളെ തന്നവരുണ്ട്. ഒരുപക്ഷെ ചില രക്ഷിതാക്കളുണ്ടാകും അംഗപരിമിതരായിട്ടുള്ളതും അല്ലെങ്കിൽ ഭിന്നശേഷിക്കാരുമായിട്ടുള്ള മക്കളൊക്കെ ഉള്ള രക്ഷിതാക്കളുണ്ടാകും. അത്തരം രക്ഷിതാക്കളൊക്കെ പലപ്പോഴും പല ഘട്ടങ്ങളിലും കാണാനും അവരുമായിട്ട് ഇടപെടാനൊക്കെ അവസരമുണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ ഞായറാഴ്ച ദീർഘമായ ഒരു ട്രെയിൻ യാത്രക്കിടയിൽ ഒരു രക്ഷിതാവിനെ, ഒരു ഉമ്മയെ, അവരെ കൂടെയുള്ള 6 വയസ്സുള്ള കുട്ടി, ആ കുട്ടി നടക്കണമെങ്കിൽ അവർ കൈ പിടിച്ചേ കുട്ടി നടക്കുകയുള്ളൂ. കുട്ടിയുടെ സംസാരത്തിനൊക്കെ വളരെ പിറകിലാണ്. അവരോട് ചോദിച്ച സമയത്ത് അവർ ഇത് കണ്ടെത്തിയതും കുട്ടിയുടെ പ്രശ്നങ്ങൾ പ്രസവിച്ച് 3-ാമത്തെ ദിവസം കണ്ടെത്തിയിട്ടും അതിന് മരുന്ന് കണ്ടെത്തി പരിഹാരം, അവർ ഇത്രയും ദിവസം ചികിത്സ നടത്തിയിട്ടും അവർക്ക് പൂർണ്ണമായ ഒരു പരിഹാരത്തിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. അതുപോലെ അതൊക്കെ നോക്കുന്ന സമയത്ത് നമുക്ക് അള്ളാഹു തന്ന അനുഗ്രഹമായിട്ടുള്ള നമ്മുടെ മക്കളെക്കുറിച്ച് നന്നായിട്ട് ആലോചിക്കുകയും അവരൊക്കെ പൂർണ്ണാർത്ഥത്തിൽ നല്ല രൂപത്തിൽ ബുദ്ധിയും വളർച്ചയും എല്ലാമുള്ള മക്കളെ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അവർക്ക് പരിശുദ്ധമായിട്ടുള്ള ദീനിൻ്റെ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക, അവരെ ചിട്ടയോടുകൂടി വളർത്തിയെടുക്കുക എന്നുള്ള ഒരു ചിന്ത നമുക്ക് എല്ലാവർക്കും ഉണ്ടാവണം. അതിനുവേണ്ടി നമ്മൾ പ്രവർത്തിക്കുകയും പ്രാർത്ഥിക്കുകയും വേണം. നമ്മളെല്ലാ സമയത്തും നമ്മുടെ പ്രാർത്ഥനയിൽ ഉണ്ടാവുന്ന ഒന്നാണ് റബ്ബന ഹബ്ലന മിൻ അസ്വാജിന വദുരിയാതിന ഖുർറത അഅ്യുനിൻ എന്ന് പറയുന്ന നമ്മുടെ ഭാര്യ, മക്കള്, സന്താനങ്ങൾ, കുടുംബങ്ങളൊക്കെ നമ്മളെ കണ്ണിന് കുളിർമയേകുന്നവരായി മാറണമെങ്കിൽ അതിനു വേണ്ടി അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും അവർ വേണ്ട കാര്യങ്ങൾ ചിട്ടയും നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുകയും അതോടൊപ്പം എല്ലാ സമയത്തും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും
അതോടൊപ്പം പ്രാർത്ഥിപ്പിക്കുകയും വേണമെന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. കൂടുതൽ രക്ഷിതാക്കളാണ് നമ്മുടെ മുന്നിലുള്ളത്. ഒരു രക്ഷിതാക്കൾ എന്നുള്ള നിലക്ക് നമ്മൾ മക്കളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ 1-2 കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ മക്കളോട് നന്നായിട്ട് ഉപദേശിക്കാറുണ്ട്. നല്ല ഉപദേശമാണ് നമ്മളൊക്കെ കൊടുക്കുക. അവർ നമ്മുടെ ആ ജീവിതത്തിൻ്റെ അനുഭവത്തിൽ നിന്നാണ് നമ്മുടെ മക്കൾ ഉപദേശിക്കുന്നത്. അതേ സമയത്ത് പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് ഓർമ്മപ്പെടുത്താനുള്ളത് എന്നോടുകൂടിയാണ് ഞാൻ പറയുന്നത്. നമ്മൾ മക്കളെ കേൾക്കാനാണ് ആദ്യം മനസ്സ് വെക്കേണ്ടത്, പിന്നീടാണ് ഉപദേശിക്കേണ്ടത്. മക്കളോട് നന്നായിട്ട് മക്കൾ പറയുന്നത് മുഴുവൻ കേൾക്കുക. അതിനുശേഷം നമുക്ക് എന്തെങ്കിലും അവർ പറഞ്ഞതിൽ നിന്ന് തിരുത്താനുണ്ടെങ്കിൽ തിരുത്തി കൊടുക്കുക. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അവർ ഒരുപാട് കാര്യങ്ങൾ ഉപദേശിക്കുന്നത് മക്കൾക്ക് ഒരിക്കലും ഇഷ്ടമില്ലാത്ത കാര്യമാണ്. നമ്മളൊക്കെ കുട്ടിയായി ടീനേജ് നമ്മളൊക്കെ ഓരോ കടന്നു വന്ന വഴിയിൽ നമ്മൾ ഉപദേശിച്ച സമയത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മുടെ മക്കളോട് അവരോട് പറയുന്നത് പൂർണ്ണമായിട്ട് കേൾക്കാനുള്ള മനസ്സ് നമുക്ക് അള്ളാഹു 2 ചെവിയാണ് തന്നത്. പക്ഷേ സംസാരിക്കാനുള്ള നാവ് ഒന്നേ തന്നിട്ടുള്ളൂ. അപ്പോൾ കൂടുതൽ കേൾക്കണം എന്നും കുറച്ച് പറയണമെന്നും നമുക്കതിൽ നിന്നൊരു ലോജിക്ക് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ നമ്മുടെ മക്കളെ നന്നായിട്ട് കേൾക്കണം. അവരൊരുപാട് ചോദ്യങ്ങൾ ചോദിക്കും, അനുഭവങ്ങൾ പറയും എല്ലാം. ഇപ്പം നമുക്ക് നമ്മുടെ കുട്ടികൾ ഒരുപാട് കുസൃതിത്തരങ്ങൾ നമ്മളോട് ചോദിക്കും. നമ്മൾ ചോദിക്കും ആ പോകുന്നത് എന്താണെന്ന് ഒരുപക്ഷെ നമ്മളോട് ചോദിക്കും. അപ്പോൾ അത് കാക്കയാണെന്ന് പറയും. പിന്നീട് കുട്ടി കുറച്ച് കഴിഞ്ഞാൽ ചോദിക്കും ഇതെന്താണ് ഉമ്മ? അത് കോഴിയാണ്. ആ സമയത്ത് കുട്ടി ചോദിക്കും കാക്ക പറന്നാണല്ലോ പോയത്, കോഴി എന്താ നടന്നു പോകുന്നത്? അപ്പോൾ ഉമ്മ ചോദിക്കും ഇതെന്താ പൊട്ടന? ഒരിക്കലും ആ കുട്ടിയോട് ആ ചോദ്യം നമ്മൾ ചോദിക്കാൻ പാടില്ല. ആ കുട്ടിയുടെ ചെറിയ മനസ്സിൽ നിന്ന് അങ്ങനത്തെ ചിന്തകൾ വരുന്ന സമയത്ത് ഇതുപോലെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഉദാഹരണങ്ങൾ. തേനീച്ചയാണ് കുത്തിയതെന്ന് പറയുമ്പോൾ കുട്ടി ചോദിക്കും അല്ല ഈ ഈച്ച കുത്തിയിട്ടില്ലല്ലോ, തേനീച്ച എന്താ കുത്താൻ കാരണം? ഇങ്ങനെ വൈവിധ്യങ്ങളായ ഒരുപാട് ചോദ്യങ്ങൾ കുട്ടികൾ ചോദിക്കുന്ന സമയത്ത് അതിനെയൊക്കെ രസകരമായിട്ട് ഡീല് ചെയ്യാനുള്ള ഒരു കഴിവ് നമ്മൾ ആർജിച്ചെടുക്കണം. നമ്മൾ അടുക്കളയിലെ തിരക്കിലായിരിക്കും, നമ്മൾ ഇസ്തിരി എടുത്തുകൊണ്ടിരിക്കുകയായിരിക്കും, അല്ലെങ്കിൽ അടുപ്പത്തായിരിക്കാം, പാത്രം കഴുകിയായിരിക്കാം. പക്ഷെ അതൊന്നും നമ്മുടെ തിരക്കിനെ ബാധിക്കാതെ മക്കൾക്ക് വേണ്ടി നമ്മൾ വളരെ പ്രധാനപ്പെട്ട സമയം മാറ്റിവെക്കണമെന്ന് എന്നോട് ഓർമ്മപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ നമുക്ക് കുട്ടികളോട് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവസരം നമ്മൾ ഒരുപാട് കുട്ടികൾക്ക് കൊടുക്കണം. ഒരുപാട് ചോദ്യങ്ങൾ കുട്ടികളോട് അങ്ങോട്ട് ചോദിക്കുകയും അവർക്ക് ഇങ്ങോട്ട് ചോദിക്കാനുള്ള അവസരങ്ങൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അതോടൊപ്പം തന്നെ അവരുടെ ഒരുപാട് അനുഭവങ്ങൾ, ഫീലിങ്സ് ഉണ്ടാവും അവർക്കൊക്കെ. പല കാര്യങ്ങളും അവരുടെ ഒരുപാട് സന്തോഷങ്ങൾ. ഇപ്പോൾ ഇന്ന് തിബിയാനിൽ വരുന്ന സമയത്ത് ഇന്ന് ദീദി അവരോട് പറഞ്ഞൊരുപാട് കഥകളുണ്ടാകും. അല്ലെങ്കിൽ തൊട്ടടുത്ത കുട്ടി കൊണ്ടുവന്ന ഭക്ഷണത്തിൻ്റെ കാര്യങ്ങൾ പറയാനുണ്ടാകും. അല്ലെങ്കിൽ ഒരു കുട്ടിയുടെ ചെരുപ്പിനെ കുറിച്ച് പറയാനുണ്ടാകും, ഉടുപ്പിനെ കുറിച്ച് പറയാനുണ്ടാകും, മുടിയിൽ കെട്ടിയ റിബണെ കുറിച്ച് പറയാനുണ്ടാകും. പക്ഷേ നമ്മൾക്കത് വളരെ ഗൗരവപ്പെട്ട കാര്യമല്ല. പക്ഷേ ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടി കണ്ട വലിയ അത്ഭുതത്തെക്കുറിച്ച് അല്ലെങ്കിൽ ആശ്ചര്യത്തെക്കുറിച്ച് നമ്മളോട് പറയുന്ന സമയത്ത് ആ കുട്ടിയുടെ ഇത് കേൾക്കാനുള്ള ഒരു മനസ്സ് അവിടെ നമ്മൾ കാണിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അവരുടെ ആവശ്യങ്ങളൊക്കെ എന്താണെന്ന് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് എല്ലാം ചെയ്തു കൊടുക്കണമെന്നില്ല. നമ്മുടെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചും ആവശ്യങ്ങളെക്കുറിച്ചും ആവശ്യകതകളെക്കുറിച്ചൊക്കെ നമ്മൾക്ക് അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണം. ഇപ്പോൾ നമ്മൾ ഒരു സൂപ്പർ മാർക്കറ്റിൽ കയറി, ഒരു കടയിൽ കയറി, ടെക്സ്റ്റൈൽസിൽ കയറി, ഫാൻസിയിൽ കയറി, കുട്ടിക്ക് കണ്ടതെല്ലാം ആവശ്യമുണ്ടാകും. പക്ഷേ ആ സമയത്ത് കുട്ടിയോട് ആവശ്യം എന്താണ്, അത്യാവശ്യം എന്താണ് എന്ന് മനസ്സിലാക്കി അത്യാവശ്യമുള്ളത് വാങ്ങിക്കുകയും വീണ്ടും ചോദിക്കുന്നതിൽ നിന്ന് വളരെ തന്ത്രപരമായി ഹിക്മത്തിലൂടെ ആ കുട്ടിയെ ബോധ്യപ്പെടുത്തി, അല്ലെങ്കിൽ നമ്മൾ ഒരുപക്ഷെ നമ്മുടെ സാമ്പത്തിക സ്ഥിതി കുട്ടിയെ ബോധ്യപ്പെടുത്തേണ്ടി വരും. ഇതല്ലേ ഇപ്പോൾ ഉപ്പാൻ്റെ കുട്ടിക്ക് ആവശ്യമുള്ളൂ, അല്ലെങ്കിൽ ഉമ്മാൻ്റെ കുട്ടിക്ക് ഇപ്പോൾ ഇത് പോരെ, മോൾക്ക് നാളെ ആകുമ്പോൾ അത് വാങ്ങിയാൽ പോരെ എന്ന് പറഞ്ഞ് ഹിക്മത്തിലൂടെ ചോദിക്കാം. എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ കടയിൽ നിന്ന് പറയും ഇതിനായിട്ട് വന്നാൽ അങ്ങനെ തന്നെ കണ്ടതൊക്കെ ചോദിക്കും എന്ന് പറഞ്ഞാൽ കടക്കാരുടെ മുന്നിലിട്ട്, ആ സ്റ്റാഫിൻ്റെ മുന്നിലിട്ട് നമ്മുടെ കുട്ടിയെ ചീത്ത പറയുക എന്ന് പറയുന്നത്, ആ കുട്ടിയെ ഇൻസൾട്ട് ചെയ്യുക എന്ന് പറയുന്നത് വളരെ മോശപ്പെട്ട കാര്യമാണ്. ഞാൻ ഒരു രക്ഷിതാവാകുന്ന എന്നോട്, അല്ലെങ്കിൽ നമ്മുടെ ഒരു രക്ഷിതാവിനോട് ആ 4 ആളുടെ മുന്നിൽ വെച്ച് നമ്മുടെ മക്കൾ മോശമായി പെരുമാറിയാൽ നമ്മുടെ സുഹൃത്തുക്കളുടെ ഇടയിൽ, ആ രക്ഷിതാക്കളുടെ ഇടയിൽ നമ്മൾ എത്രമാത്രം മോശമാകുന്നു, അതുപോലെ നമ്മുടെ കുട്ടികളോടും നമ്മൾ പെരുമാറുന്നത് അവരുടെ മനസ്സിൽ വലിയ മുറിവേൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഉൾപ്പെടെയില്ല, ഇതെല്ലാം എന്നോടാണ് ഒന്നാമത്തെ ഉപദേശം. പരമാവധി ശ്രദ്ധിക്കാറുണ്ട്. പക്ഷെ എപ്പോഴെങ്കിലും നമ്മൾ സംഭവിച്ചു പോകുന്നുണ്ടെങ്കിൽ ആ കാര്യത്തിൽ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ കുട്ടികൾക്ക് എന്താണ് വേണ്ടത്, എന്താണ് വേണ്ടാത്തത് എന്ന് കൃത്യമായിട്ട് നമ്മൾ നിർണ്ണയിച്ചു കൊടുക്കണം. അതോടൊപ്പം തന്നെ നമുക്ക് നമ്മുടെ കുട്ടികളുടെ ഒരു ഷെഡ്യൂള്, ഒരു ദിവസം കുട്ടികൾക്കുള്ള ഒരു ഷെഡ്യൂള്. നമുക്കിപ്പോൾ ഇന്ന് സ്കൂളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ സ്കൂളിൽ ഫസ്റ്റ് ബെല്ലടിക്കേണ്ടത് 9 മണിക്കാണ്, 9:15 സെക്കൻഡ് ബെല്ലടിക്കേണ്ടത്. ടീച്ചർ ക്ലാസ്സിലെത്തേണ്ടത് 9:30. അതിനൊരു കൃത്യമായിട്ടുള്ളൊരു ഷെഡ്യൂളുണ്ട്. പക്ഷെ അതിനെല്ലാം ഒരു ചിട്ടയോടുകൂടി ലാസ്റ്റ് ബെല്ല് വൈകിട്ട് 4:30 ആകുമ്പോൾ ബെല്ലടിച്ചാൽ കുട്ടികൾ പിരിഞ്ഞു പോകണം, വിട്ടു പോകണമെന്നുണ്ട്.
അതുപോലെ നമ്മൾക്കും രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ബ്രഷ് ചെയ്യാനും പ്രാഥമിക കാര്യങ്ങൾക്കും ഒരുപക്ഷെ ബേഡ്സും അനിമൽസൊക്കെ ഉള്ള കുട്ടികൾക്ക് അതിനെ പരിചരിക്കാനും കാര്യങ്ങൾക്കും അത്തരം കാര്യങ്ങൾ കുട്ടികളൊക്കെ പെറ്റ്സിനെ വളർത്തുക എല്ലാ കാര്യങ്ങൾക്കും കുട്ടികളുടെ റുട്ടീനായിട്ടുള്ള കാര്യങ്ങൾക്ക് ഷെഡ്യൂൾ ഉണ്ടാവണം. പക്ഷേ അത് ഷെഡ്യൂൾ ഉണ്ടാക്കേണ്ടത് ഒരിക്കലും രക്ഷിതാവരുത്. കുട്ടിയോട് പറയണം, മോനെ ഇന്നത്തെ കാര്യം ഇങ്ങനെയാണ്, നാളെ പരീക്ഷയാണ്, അതിനല്ലെങ്കിൽ അടുത്ത ആഴ്ച പരീക്ഷയാണ്, അതിന് പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ മോനൊന്ന് റെഡിയാക്ക്, മോളൊന്ന് റെഡിയാക്ക് എന്ന് പറഞ്ഞ് മക്കളോട് പറഞ്ഞു കൊടുത്ത് അവർ ചെയ്തതിൽ എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ അത് തിരുത്തി കൊടുക്കുക മാത്രമാണ്. എല്ലാത്തിനും നമ്മൾ വരച്ചൊരു വരി, ഞാൻ പറഞ്ഞ അങ്ങോട്ട് കേട്ടാൽ മതി, ഞാൻ പറഞ്ഞ പോലെ ചെയ്താൽ മതി എന്നൊരിക്കലും നമ്മൾ മക്കളോട് പറയുന്ന സാഹചര്യം ഉണ്ടാവരുത്. മക്കൾ കളിക്കാൻ ചോദിക്കും, കളിക്കൊക്കെ വേണം, പക്ഷേ മോന് ഈ മഗ്‌രിബിക്ക് ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് പള്ളിയിൽ കയറാൻ പറ്റുന്ന രൂപത്തിൽ മോൻ തിരിച്ചു വരണം കേട്ടോ എന്ന് പറയാം. അല്ലെങ്കിൽ പറയാം, ഇന്നലെയൊക്കെ കളിച്ചില്ലേ, നാളെ നീ കളിക്കാൻ പോകരുത്, നാളെ നമുക്ക് ഇങ്ങനെ ഒരു കാര്യമുണ്ട്, അല്ലെങ്കിൽ ഇന്ന് വെള്ളിയാഴ്ച രാവാണ്, നമുക്ക് നേരത്തെ പള്ളിയിൽ പോകണം എന്ന് പറഞ്ഞ് ആ ഹിക്മത്തിലൂടെ കുട്ടിയുടെ എന്തുകൊണ്ടാണ് ഞാൻ ഇത് ചെയ്യരുതെന്ന് പറയുന്നത് എന്ന് നമ്മൾ കുട്ടികളോട് കാര്യം പറഞ്ഞു കൊടുക്കണം. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നല്ലവരുമായി സഹവസിക്കാനും ഇടപെടാനുള്ള അവസരം നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. നല്ലവരെന്ന് പറഞ്ഞാൽ തങ്ങന്മാരെന്ന് ഉസ്താദുമാരെന്ന് അങ്ങനെ വലിയ ആളുകളെ കുറിച്ച് കാണണ്ട. നമ്മളപ്പുറത്തെ വീട്ടിലൊരു വല്യമ്മയുണ്ട്, അത് നല്ല സ്വഭാവവും നല്ല രീതിയിൽ പെരുമാറുന്നു, അല്ലെങ്കിൽ നമ്മളെ കുടുംബത്തിലൊരു വല്യമ്മയുണ്ട്, അല്ലെങ്കിൽ ഒരു കാക്കയുണ്ട്, ഒരു താത്തയുണ്ട്, ഒരു അമ്മായി ഉണ്ട്, അങ്ങനെ ഒരുപാട് നമ്മളെ കുടുംബ ബന്ധത്തിലുള്ള ആളുകൾ ഉണ്ടാകും. അവരോടൊക്കെ ഒന്ന് ഇടപെട്ട് അവരുടെ ഇടയ്ക്കൊക്കെ പോയി ആ പോകുന്നതിൻ്റെ ചെല്ലുന്ന സമയത്ത് ഒരു പക്ഷേ ഉമ്മയോട് നേരത്തെ പറഞ്ഞ് ഞാൻ കുഞ്ഞുട്ടിനായിട്ട് വരുന്നുണ്ട്, എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങളൊക്കെ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം എന്നൊക്കെ പറയുമ്പോൾ അമ്മായി പറഞ്ഞാൽ വളരെ ഗൗരവത്തിൽ കാണുന്ന കുട്ടികളുണ്ടാകും, അല്ലെങ്കിൽ വല്യമ്മ പറഞ്ഞാൽ അത് വളരെ ഗൗരവത്തിൽ കാണുന്ന കുട്ടികളുണ്ടാകും. അത്തരം കാര്യങ്ങളൊക്കെ ആ സന്ദർശനം അവരുമായിട്ടൊക്കെ കൂടിച്ചേരാനുള്ള അവസരം. ഇനി ഓരോ സാഹചര്യം വരുന്ന സമയത്ത് ഇതിപ്പോൾ ഷഅബാനാണ്, മുത്തുനബിൻ്റെ മാസമാണ്, നമ്മൾ സ്വലാത്ത് കുറെ ചെല്ലണം, അത് എന്തുകൊണ്ട് പറയുന്നു എന്നുള്ള സ്വലാത്ത് ചെല്ലണം എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് ഞാനിത് പറയുന്നത് എന്ന് കുട്ടിക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണം. അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ പറയുന്ന സമയത്ത് നമുക്കത് ചെയ്യണം. അതോടൊപ്പം കുട്ടിയോട് നോ എന്ന് പറയാൻ പഠിപ്പിക്കണം. ചെയ്യില്ല, നോ എനിക്കത് കഴിയില്ല എന്ന് പറയാൻ കുട്ടിയെ പഠിപ്പിക്കണം. നോ എന്ന് പറയുന്നത് ഒരു മോശം വാക്കല്ല, നല്ല വാക്കാണ്. ഞാൻ വാപ്പയാണെന്ന് വിചാരിച്ച് പറയുന്നതെല്ലാം കുട്ടി എസ് എന്ന് മൂളുന്ന സാഹചര്യം ഉണ്ടാവരുത്. എനിക്കത് ഇപ്പോൾ ഒരു കാര്യം പറയുന്ന സമയത്ത് കുട്ടികൾ രക്ഷിതാക്കൾക്ക് വേണ്ടി എല്ലാം ചെയ്തു തരുന്നവരാണ്, പക്ഷേ മോനെ അത് പ്രയാസം ഉണ്ടെങ്കിൽ കഴിയൂല എന്ന് കുട്ടി പറയണം എന്നുള്ളൊരു ശീലം നമ്മൾ പഠിപ്പിക്കണം. ഇത് പഠിപ്പിക്കാത്തത് കൊണ്ടാണ് നമ്മുടെ പല വിധത്തിലുള്ള പ്രശ്നങ്ങളും പുറത്തിറങ്ങിയാൽ കുട്ടികൾക്ക് ഉണ്ടാകുന്നത്. എല്ലാം കേൾക്കുന്നതിന് എസ് എന്ന് പറയുന്ന സാഹചര്യമാണെങ്കിൽ പല അപകടങ്ങളും വരാൻ സാധ്യതയുണ്ട്. ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും പുറത്തിറങ്ങി വരുന്ന ഒരാളോട് ഒരു കാര്യം ചോദിക്കുന്ന സമയത്ത് നോ എനിക്കതിന് കഴിയില്ല, ഞാൻ അതിന് തയ്യാറല്ല എന്ന് പറയാനുള്ള ഒരു മനസ്സ് നമ്മൾ കുട്ടികളിൽ ശീലിപ്പിച്ചെടുക്കണം. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. നോ എന്ന് പറയുക എന്ന് പറയുന്നത്, പറയേണ്ടടുത്ത് നോ എന്ന് പറയുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അതിന് കുട്ടികളെ നമ്മൾ ശീലിപ്പിക്കണം. അതോടൊപ്പം വളരെ പ്രധാനപ്പെട്ട രണ്ട് കാര്യം കൂടി പറഞ്ഞാൽ നിർത്തുകയാണ്. കുട്ടികളോട് അവരുടെ ഒപ്പീനിയൻ തേടണം, അവരുടെ അഭിപ്രായം തേടണം. ഇപ്പോൾ നമ്മൾ വീട്ടിൽ ഒരു ഡ്രസ്സ് എടുക്കാൻ പോവുകയാണ്, ഇൻഷാ അല്ലാഹ് നമുക്ക് റമദാനിനാണ് വരുന്നത്, നമുക്ക് ഷഅബാൻ തന്നെ ഡ്രസ്സൊക്കെ എടുക്കണം, അങ്ങനെ എടുക്കണ്ടേ, അത് വേണ്ടേ എന്ന് ചോദിക്കുക. നമ്മളൊക്കെ റെഡിയാണെങ്കിലും കുട്ടികളുടെ അഭിപ്രായം ചോദിക്കുക. അപ്പോൾ ഇന്നൊരാൾ പറഞ്ഞു, അയാൾക്ക് ചെറിയ കുട്ടിയാകുന്ന സമയത്ത്, അയാളൊരു 10 വയസ്സിൽ പ്രായമുള്ള സമയത്ത് വാപ്പ പറഞ്ഞത്രേ, നമ്മളെ ഈ പെര വിൽക്കുകയാണ്, വിറ്റൂടെ എന്ന് മകനോട് ചോദിച്ചു. അത് പിന്നെ വിറ്റതൊന്നുമില്ല. അപ്പോൾ ചോദിച്ചത്രേ, അപ്പോൾ അവനോട് അഭിപ്രായം ചോദിച്ച്, എന്നോട് അഭിപ്രായം ചോദിച്ചിട്ട്, ഞാനൊരു വലിയ ആളാണ്, എന്നോട് അഭിപ്രായം ചോദിച്ചു, എൻ്റെ പരിഗണന കൂടി വാപ്പാക്കുണ്ട്. ഇനിയിപ്പോൾ അതൊന്നുമല്ല, നാളെ വെള്ളിയാഴ്ചയാണ്, ഇപ്പോൾ വീട്ടിൽ എന്താണെങ്കിലും ഒരു ഭക്ഷണം ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഉമ്മ എല്ലാം തീരുമാനിച്ചിട്ടുണ്ട്, ഉണ്ടാക്കേണ്ട ഭക്ഷണമൊക്കെ റെഡിയാണ്. ഇപ്പോൾ മക്കളോടൊക്കെ ചോദിക്കുക, നാളെ വെള്ളിയാഴ്ചയാണല്ലോ, ഇപ്പോൾ ഇറച്ചി കൊണ്ടുവരും, നമ്മളിപ്പോൾ എന്താ ഉണ്ടാക്കേണ്ടത്, നെയ്ച്ചോറാണ് ഉണ്ടാക്കേണ്ടത്, അത് വെറുംചോറാണ് ഉണ്ടാക്കേണ്ടത് എന്ന് കുട്ടികളോടൊന്ന് അഭിപ്രായം ചോദിച്ചാൽ എന്നെ പരിഗണിച്ചല്ലോ എന്നുള്ളൊരു ചിന്ത കുട്ടികളിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അവരുടെ ഒപ്പീനിയൻ, എന്തൊരു കാര്യം ചെയ്യുകയാണെങ്കിലും അവരുടെ അഭിപ്രായം തേടുക എന്നുള്ളൊരു സ്വഭാവം നമുക്കുണ്ടാവണം. ഇനിയിപ്പോൾ നമ്മൾ ഇന്ന് നാളെ ഒരു കല്യാണം ഉണ്ട്, കല്യാണത്തിന് ബസ്സിനാണ് പോകേണ്ടത് അതോ ഓട്ടോറിക്ഷക്കാണ് പോകേണ്ടത്? ബസ്സിന് പോയാൽ പോരെ, ബസ്സിന് പോയാൽ മതി എന്ന് നമ്മളെ മക്കൾ തീരുമാനത്തിലേക്ക് വരും. പക്ഷേ അതേ സമയത്ത് കുട്ടികളുടെ അഭിപ്രായം ചോദിച്ചാൽ എന്നെ പരിഗണിച്ചു എന്നുള്ളൊരു ചിന്ത മക്കളിൽ ഉണ്ടാവുക എന്നുള്ളത് അത് നമ്മളുടെ ഇടയിലുള്ള റിലേഷൻ, മാതാപിതാക്കളുടെ മക്കളുടെ ഇടയിൽ ഒരു നല്ല ബന്ധം ഉണ്ടാക്കിയെടുക്കാൻ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ നമ്മൾ ഉണ്ടാവണം. അതോടൊപ്പം പരസ്പരം ബഹുമാനം, മക്കളോട് എടാ പോടാ എന്ന് വിളിക്കുന്നത്, എടാ എടി എന്ന് ഒരാളെയും വിളിക്കാൻ പാടില്ല. ചെറിയ കുട്ടിയാണെങ്കിൽ പോലും എടാ എന്നുള്ള പ്രയോഗം വിളിക്കാൻ പാടില്ല എന്നുള്ളത് നിർബന്ധമാണ്. ഞാനതങ്ങനെ എടാ എന്നോ എടി എന്നോ എൻ്റെ ഭാര്യയെ നീ എന്നോ ഞാൻ ഇതുവരെ വിളിച്ചിട്ടില്ല. അപൂർവം എപ്പോഴെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഭാര്യ ഇവിടെ ഉണ്ട്, അവരോട് നിങ്ങൾക്ക് ചോദിക്കാം. ഞാൻ ഏതെങ്കിലും ഒരാൾ ഇജ്ജ് എവിടുക്കാ പോണ് എന്നൊരാൾ ഫോണിലൂടെ നിങ്ങളുടെ ഭാര്യയെ വിളിക്കുന്നത് കേട്ടാൽ ഞാൻ പറയും, നിങ്ങൾ നിങ്ങളുടെ ഭാര്യയോട് ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് ചെയ്തത്. നമ്മൾ ബഹുമാനിച്ചിട്ടേ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ നമ്മൾ മക്കളോടും ഭാര്യയോടും ഒക്കെ നല്ലൊരു ബഹുമാനത്തോടു കൂടി, എന്തേ നമുക്ക് നിങ്ങളെന്ന് വിളിച്ചാൽ
നിങ്ങളെന്ന് വിളിക്കേണ്ട ആവശ്യമില്ല, അവരെ പേര് വിളിച്ചാൽ മതി. കുഞ്ഞുട്ടി എന്നോ കുഞ്ഞോളെ എന്നോ കുഞ്ഞാളെ എന്നോ അങ്ങനെ വിളിക്കുന്ന പേരുണ്ടാവും. എടാ ഇവിടെ പോടാ അവിടുന്ന്, എടി എവിടുന്ന്, പോടി എവിടുന്ന് എന്നുള്ള പ്രയോഗം നമ്മൾ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. പരസ്പരം ബഹുമാനം നമ്മൾക്കിടയിൽ നന്നായിട്ട് ഉണ്ടാവേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ മക്കൾക്ക് പഠിപ്പിക്കേണ്ട ഒരു ശീലം നല്ല രീതിയിൽ പണം സമ്പാദിക്കാനും അതോടൊപ്പം ചെലവഴിക്കുന്ന പണം നല്ല വഴിക്കേ ചെലവഴിക്കാവൂ എന്നുള്ളതും. നമ്മളിങ്ങനെ ഒരാളടുത്ത് ഒരുപാട് സമ്പത്ത് ഇങ്ങനെ കാണുമ്പോൾ വിചാരിക്കുക അതൊക്കെ ഇങ്ങനെ പല വഴിക്ക് തട്ടിപ്പ് കട്ടിണ്ടാക്കിയ, അങ്ങനെയല്ല. ഹലാലായ വഴിയിലാണ് എല്ലാവരും സമ്പത്ത് ഉണ്ടാക്കുന്നത്. അങ്ങനെ ഉണ്ടാക്കൂ എന്നുള്ളൊരു ഹുസ്നുദ്ദന്ന് നമുക്കൊക്കെ ഉണ്ടാവണം. അതോടൊപ്പം ഒരു പൈസ ചെലവഴിക്കുന്നുണ്ടെങ്കിലും അത് നീയത്ത് നന്നാക്കി നല്ല വഴിക്ക് ചെലവഴിക്കാൻ നമ്മളോട് മക്കളോട് പറയണം. ഇപ്പോൾ നമ്മളെ വീട്ടിൽ ഒരു യാചകൻ വന്നു, ആ യാചകൻ വന്ന സമയത്ത് ഒരു പക്ഷേ നമ്മുടെ അടുത്ത് ഇല്ലെങ്കിൽ തിരിച്ചു പറഞ്ഞേക്കുന്നതാണെങ്കിൽ മാന്യമായിട്ട് ഇപ്പോൾ ഇവിടെ ഇല്ലട്ടോ എന്ന് പറഞ്ഞ് തിരിച്ചു പറഞ്ഞേക്കാം. കൊടുക്കുകയാണെങ്കിൽ അത് വലത്തെ കൈ കൊണ്ട് കൊടുത്ത് ഇത് നല്ലൊരു അത് ബിസ്മിയല്ലി കൊടുക്കണം കുട്ടി എന്ന് പറഞ്ഞ് നല്ല മനസ്സോടുകൂടി കൊടുത്താൽ ആ കുട്ടിയിൽ ഒരു ശീലം ഉണ്ടാക്കിയെടുക്കുന്നതിന് അതൊക്കെ കാരണമാകും. അതിലേറെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള മഹബ്ബത്തും അവിടത്തേക്ക് സ്വലാത്തും ചെല്ലാൻ നമ്മളെ മക്കൾ എപ്പോഴും പഠിപ്പിക്കണം. പുന്നാര ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 10 വർഷം ഖിദ്മത്ത് എടുത്തവരാണ് അനസ് റളിയല്ലാഹു അൻഹു. അവിടുന്ന് പറയുന്നുണ്ട്, ഞാൻ 10 വർഷം മുത്തുനബിക്ക് ഖിദ്മത്ത് എടുത്തിട്ട് അവിടുന്ന് ഒരിക്കലും എന്നോട് എന്തിനെ അനസേ നിങ്ങൾ ഇത് ചെയ്തു എന്ന് ചോദിച്ചിട്ടില്ല, എന്തേ ഇത് ചെയ്തില്ല എന്ന് മുത്തുനബി തങ്ങൾ എന്നോട് ചോദിച്ചിട്ടില്ല. അങ്ങനെയായിരുന്നു ഞാനും നബി തങ്ങളും തമ്മിലുള്ള ബന്ധമെന്ന് പറയുന്നത്. നമ്മളും നമ്മുടെ മക്കളും തമ്മിലുള്ള ബന്ധം അങ്ങനെയായാൽ വളരെ സന്തോഷം നമുക്കുണ്ടാവും. നമ്മളെല്ലാവരെയും അള്ളാഹു വിജയികൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്ത് നിങ്ങളെല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തണമെന്ന് വിനീതമായി ഓർമ്മപ്പെടുത്തി. പരിശുദ്ധമായ ഷഅബാനാണ് നമുക്കുള്ളത്. ഇതിനെ കഴിഞ്ഞ് പോയ റജബും ഷഅബാനും ഒക്കെ അള്ളാഹു നമ്മളിൽ നിന്ന് വളരെ പവിത്രമായതായി സ്വീകരിച്ച് റമദാനിനെ വളരെ ധന്യമാക്കാൻ നമുക്ക് അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥനയിൽ പ്രത്യേകിച്ച് നമ്മുടെ ദാറുൽ ഹബീബിനെയും തിബിയാനെയും നമ്മുടെ മക്കളെയൊക്കെ ഉൾപ്പെടുത്തണം ഇൻഷാ അല്ലാഹ്. നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി നിങ്ങളെല്ലാവരെയും വിനീതൻ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുമെന്ന് പറഞ്ഞ് ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇൻഷാ അല്ലാഹ് നമ്മളെ കുട്ടികളുടെ പരിപാടി ആരംഭിക്കണം. അതിനു മുമ്പ് പ്രധാനപ്പെട്ട 1-2 ഉപഹാരം നൽകാനുണ്ട്. അത് വിളിക്കുന്ന ആളുകൾ പെട്ടെന്ന് സ്റ്റേജിലേക്ക് വരും വേണം. നേരത്തെ നമ്മൾ ഒരു 10-60 കുട്ടികൾ മത്സരിച്ചൊരു പുഞ്ചിരി മത്സരം നടത്തിയിരുന്നു. അതിൻ്റെ രക്ഷിതാക്കൾ നേരത്തെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, അവരുണ്ടെങ്കിൽ സ്റ്റേജിൻ്റെ അടുത്തേക്ക് വരിക, പേര് വിളിക്കുമ്പോൾ കയറുക. ഇപ്പം ഇൻഷാ അല്ലാഹ് നമ്മൾ കൊടുക്കുന്ന സമ്മാനങ്ങളൊന്ന് നമ്മളെ സ്ഥാപനത്തിൻ്റെ കൂടെ നിൽക്കുന്ന കുറച്ച് ആളുകളുണ്ട്, അവർക്കുള്ള ഉപഹാരമാണ്. ടീച്ചേഴ്സിനൊക്കെ ഇൻഷാ അല്ലാഹ് ടീച്ചേഴ്സിനും കുട്ടികൾക്കൊക്കെ പിന്നെ അവസാനം കൊടുക്കും. അതുപോലെ ഉമ്മമാർക്കും കൊടുക്കാനുണ്ട്. ഉമ്മമാരാണ് ഈ രക്ഷിതാക്കൾ പലരും ഈ കഴിഞ്ഞ കാലയളവിൽ ഓരോവിധ മത്സരങ്ങൾ പങ്കെടുത്ത് സമ്മാനർഹരായുണ്ട്. 10-20ഓളം സഹോദരിമാർ, അവർക്കൊക്കെ ഇൻഷാ അല്ലാഹ് സമ്മാനം കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ കൊടുക്കുന്നത് ഒന്ന് നമ്മുടെ വാഹനത്തിൻ്റെ ഡ്രൈവർമാരുണ്ട്, അതുപോലെ പിന്നെ പുഞ്ചിരി മത്സരത്തിൽ പങ്കെടുത്ത ആളുകളുണ്ട്, അതുപോലെ ഒരു പ്രധാനപ്പെട്ട വേറെ സമ്മാനമുണ്ട്. ഇൻഷാ അല്ലാഹ് പേര് വിളിക്കുന്നവർ സ്റ്റേജിലേക്ക് വരിക. ആദ്യമായി നമ്മുടെ ഡ്രൈവർ മൊയ്തീൻ കുട്ടി അടുത്തത് നാണി, ഡ്രൈവർ നാണി. മുജീബ്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ഇൻഷാ അല്ലാഹ് പുഞ്ചിരി മത്സരത്തിലെ വിന്നർ ഒന്ന് യമീൻ. യമീൻ ഉണ്ടെങ്കിൽ ഇതല്ല, അതല്ലെങ്കിൽ നിറ MP. അതാ
ഇഷ്ഫ ഫാത്തിമ ഉണ്ടോ? ഇസ്ന ഫാത്തിമ, ഇഷ്ഫ ഫാത്തിമ അതല്ല നിറവേ നിറ MP.